ഈ മാഷ് പിന്നെ കൈതപ്പുറത്തുനിന്ന് പിന്നീട് മാഷ് നേരെ കതിരൂർ അമ്പലത്തിലെത്തുന്നുണ്ട്. അന്ന് മാഷ് കഷ്ടിശാന്തി എഴുതിയൊരു അനുഭവം ഉണ്ടല്ലോ, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പട്ടിണി കിടന്ന പച്ചവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റി കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ആ കാലത്ത് ഒരു വിഷു ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു? അത് തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. വാസന അന്നത്തെ ഈ പാടുപടലിൽ നിന്നും നമ്മൾ കുറ്റക്കാരല്ല. അന്ന് ഞാൻ ജന്മിയൊന്നല്ല, ഞങ്ങളും ജന്മിയൊന്നല്ല, ഒരു ചെറുകിട ആൾക്കാരൊക്കെ. പക്ഷേ ജന്മി എന്നുള്ള പേരിൽ ഉള്ള എല്ലാ ദുരിതങ്ങളും നമ്മുടെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജോലിയില്ല, പഠനത്തിന് ഫീസ് വേണം, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും പട്ടിണിയും ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അഭയവും ഒക്കെയാണ് ഇരിക്കുക അന്നത്തെ. പക്ഷെ ഞാനതൊന്നും ദുഃഖിക്കുന്നില്ല, എനിക്കതൊക്കെ പവർ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് കരുത്ത് കിട്ടും. അതാണ് ഈ മാഷയുടെ എഴുത്തിന്റെ വഴികളുണ്ടല്ലോ. അതെ, അതിൽ സ്വാഭാവികമായിട്ടും ഓണവും വിഷു ഒക്കെ പ്രധാന ഘടകമാണ് എഴുത്തിൽ. ആ ഒരു വിഷു മാഷയുടെ രചനയിലെ ഓർമ്മയെന്ന് പറഞ്ഞു. എൻ്റെ വിഷു രചന എന്ന് പറയുന്നത് സിനിമയ്ക്ക് മുമ്പെയാണ്. അതെ അതെ, ഞാൻ ദാസേട്ടൻ പിന്നെ ഒരു ഫുൾ കാസറ്റ് പാട്ട് എഴുതണമെന്നുണ്ട്. ദാസേട്ടൻ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു എന്നോട് വിളിച്ചു വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വേറൊരു കാസറ്റ് ചെയ്തു MG രാധാകൃഷ്ണനായിട്ട്. അതിനുശേഷമാണ് അത് പാടിയപ്പോൾ ദാസേട്ടന് നമുക്ക് രണ്ടുപേർക്ക് ചെയ്യണമെന്നായി. അതൊക്കെ എൻ്റെ സിനിമാ ജീവിതത്തിന് തുടക്കമാണെന്ന് വെച്ചാൽ ആ പാട്ടൊക്കെ ആണ് പുറത്തേക്ക് വരാൻ ഇടയായത്. അങ്ങനെ അതിൽ ഞാൻ ഒരു പാട്ട് എഴുതി. കണിക്കൊന്ന പൂത്തുടുത്തു വിഷുപ്പുലരി കണിക്കൊന്ന പൂത്തുടുത്തു ശബരിമലയിൽ വിഷുപ്പുലരി കണിക്കൊന്ന പൂത്തുടുത്തു. അതാണ് ഞാൻ എഴുതി. അതെ, ശബരിമല വിഷുവാണ്. കാരണം വിഷുവിന് അവിടെ നടക്കുമല്ലോ. അങ്ങനെ അവിടുത്തെ കണിക്കൊന്നങ്ങളെല്ലാം പൂത്തു. ഇത് കഴിഞ്ഞ് പിന്നെ ധർമ്മടത്തിനുള്ള സംഗീത പഠനം, ആ സംഗീത പഠന കാലത്തുള്ള ഒരു വിഷു എങ്ങനെയായിരുന്നു? സംഗീത പഠന കാലത്ത് മിക്കവാറും ഞാൻ എൻ്റെ മാഷുണ്ട് അവിടെ, പണിക്കർ മാഷ് അടുത്തായിരിക്കും മിക്കവാറും വിഷുവിന്. ഞാൻ രാവിലെ അമ്പലത്തിൽ വിഷു കണ്ടിട്ട് കണി കണ്ടിട്ട് രാവിലെ മിക്കവാറും അവിടെ നിന്ന് നടക്കും. ധർമ്മടത്തേക്ക് മേലൂരേക്ക് നടന്നു പോയി. എൻ്റെ ഇതൊക്കെ ഉണ്ട്, തോണിയൊക്കെ കിടക്കും. അങ്ങനെ പോയി അവിടെ എത്തിയിട്ട് മാഷ് തയ്യാറായിരിക്കും. പാവം മാഷ് എനിക്ക് സദ്യക്ക് സദ്യ ആരും കാണാതെ തരാൻ പറ്റുള്ളൂ. കാരണം അതിന് തൊട്ടടുത്ത് അമ്പലമുണ്ട്, അവിടെ ഈ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊന്നും ഈ ഇദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. അപ്പൊ ഞാൻ ശാന്തി കഴിക്കുന്ന നമ്പൂരി അവിടെ പാടില്ല എന്നാണ്. പക്ഷെ ഞാൻ എന്നെ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് അമ്മയും മാഷ ഭാര്യ പിന്നെ ആ ചെറിയ ഉഷയൊക്കെ ചെറിയ കുട്ടികളാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അകത്ത്. അതൊന്നും ആരും കാണൂല. അങ്ങനെയുള്ള വിഷയം ഈ ജാതിക്കപ്പുറത്തുള്ള പിന്നെ ബന്ധങ്ങളുടെ അന്നും അതെ, സ്നേഹബന്ധങ്ങൾ അന്നും അതെ, ഇന്നും അതെ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം കുടുംബമാണ്. അങ്ങനെയാണ് ധർമ്മടം എന്ന് പറയുമ്പോ എനിക്ക് അതെ അതെ ദീപകനോട് എനിക്ക് ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണ് ആ ധർമ്മടവും മേലൂരും. അതെ അതെ തീർച്ചയായും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.